കണ്ടോ, ഇത് ആപ്പിൾ എന്ന് പറഞ്ഞ് ഞാൻ വാങ്ങി നട്ടതാണ്. പക്ഷേ ഇത് ഇത്രയും വളർന്ന് നിൽക്കും. കണ്ടോ, ഇതുവരെ കായ്ച്ചില്ല, എന്നാൽ ഇത് പൂത്തു. മരം നിൽക്കുമ്പോഴേ നല്ല ഒരു ഡാർക്ക് ലീഫാണ്. കണ്ടോ, പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഞാനിത് അങ്ങനെ വിട്ടിരിക്കുക. എന്താ, ഇത് ഒരു ഊട്ടി പോലെ ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്ത് എപ്പോഴും ഒരു തണുത്ത അന്തരീക്ഷമായിരിക്കും. അതുകൊണ്ട് പക്ഷെ ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിതിനെ കായ്പ്പിച്ചെടുക്കുമായിരുന്നു. ഇതിനുള്ള വളമൊക്കെ കൊടുത്തെടുത്ത് കായ്പ്പിച്ചെടുക്കുമായിരുന്നു. ഞങ്ങൾ വല്ലപ്പോഴും ഒരിക്കൽ ഇവിടെ വരും. അപ്പോഴത്തെ പന്നിയുടെ അരാജകം കണ്ടോ, മരത്തിന് കാണിച്ചു വച്ചിരിക്കണം. കണ്ടോ, ഒന്നും തരത്തില്ല, എല്ലാം നശിപ്പിച്ച്. പന്നി ഒരു വശത്ത് കൂടെ, ആൾക്കാരും ഒരു വശത്ത് കൂടെ. ഞങ്ങൾ ഈ 5 കുളത്തിലും ഞങ്ങൾ മീനിട്ടിരുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരു മീൻ പോലും ടേസ്റ്റ് ചെയ്യാൻ പോലും ഒരു മീനും തന്നില്ല. 2000 കട്ട്ല, റോഹു, മൃഗാൽ, പിന്നെ ഗപ്പീസ്, ഷാർക്ക്, ജയിൻറ്റ് ഗൗറ, പിന്നെ വൈറ്റ് സക്കർ, ഇങ്ങനെ ഒരുപാട് മീനുകളെല്ലാം കൂടെ ഒരു കുളത്തിൽ കിടന്നു. നല്ല രസമായിരുന്നു. പക്ഷേ ചാല് വെട്ടിവിട്ട് എല്ലാം മോട്ടിച്ചുകൊണ്ട് കളഞ്ഞു. കണ്ടോ, ചാലെടുത്തിട്ടിരിക്കുന്ന കണ്ടോ. അവിടെ ഇവിടുത്തെ കുറേ അണ്ണന്മാർ പിടിച്ചിട്ട് ഞങ്ങൾക്ക് കോമ്പൻസേഷനൊക്കെ തന്നു. ഇനി ഇവിടെ കയറില്ല എന്ന് പറഞ്ഞിട്ട് എഴുതിയും വയ്പ്പിച്ചു. അങ്ങനെ ഈ 5 കുളത്തിൽ കിടന്ന മീനും അണ്ണന്മാർ കൊണ്ടുപോയി. അതോടെ ഞങ്ങൾക്ക് മീനിടുന്നത് വെറുത്തുപോയി. നമ്മൾ കഷ്ടപ്പെട്ട് വയ്ക്കുന്നതെല്ലാം അടുത്ത ആൾക്കാർ കൊണ്ടുപോകണ്ടോ. ഉണ്ടോ, ചാല് വെട്ടി വെച്ചിട്ട് ഉണ്ടോ. അങ്ങനെ ഇത്രയും പൊക്കമുള്ള സ്ഥലത്ത്, ഇത്രയും പൊക്കമുള്ള സ്ഥലത്ത് നിന്നാണ് ഇങ്ങനെ ചാല് വെട്ടി വെച്ച് വെള്ളമെല്ലാം ഇറക്കിയിട്ട് മീൻ പിടിച്ച് കൊണ്ടുപോയത്. അതോടെ ഞങ്ങൾക്ക് മനസ്സ് മടുത്ത്. പിന്നെ ഇത് തിരിഞ്ഞു നോക്കാതെ അങ്ങനെ ഇട്ടിരിക്കണം. പക്ഷെ ഒരു ഗുണമുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ മീൻ വളർത്തുമ്പം നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഇരിക്കാതെ നമ്മൾ ഇട്ട ആ പൈസ എന്നായാലും നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു മീൻ കിടന്നാലും അത് പെറ്റി പെരുവി നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഈൽഡ്, നമ്മൾ മുടക്കിയ പൈസ നമുക്ക് തരും. ആ ഒരു സമാധാനത്തിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇതാ 3-4 മീൻ കിടപ്പുണ്ട്. അതിൽ ഒരു ജോഡി കറക്റ്റായിട്ട് കിട്ടിയാലും മതി, അത് പ്രസവിച്ചോളും. അങ്ങനെ നമുക്ക് വിശ്വസിക്കാം. അടക്കോളം കണ്ട, നമ്മുടെ അധ്വാനം മറ്റുള്ളവർ കൊണ്ടുപോകുമ്പോഴാണ് പ്രയാസം തോന്നുന്നത്. പിള്ളേർക്കെല്ലാം ജോലിയായി, പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോഴും ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ പറ്റാതെയായി. അങ്ങനെ നമുക്കിത് ഇങ്ങനെ കാട് കയറി, പടപ്പും കയറി, മൊത്തത്തിലൊരു നല്ലൊരു കാടായിട്ട് ഇവിടെ കിടക്കുകയാണ്. ഞങ്ങളുടെ കാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇതിലെല്ലാം ഉണ്ട്. 125 ഫ്രൂട്ട്സിൻ്റെ മരങ്ങളുണ്ട്. പിന്നെ മഹാഗണി, തേക്ക്, മാഞ്ചിയം, അങ്ങനെ എല്ലാം ഉണ്ട് ഇവിടെ. എല്ലാം ഉണ്ട്, എല്ലാ മരങ്ങളും ഉണ്ട്. ഒരു വശമാണ് കാണിച്ചു തന്നെ. അടുത്ത വശത്ത് പോകുമ്പം കാണിച്ചു തരാം. അതാ തിപ്പിൽ ഒരു മൂട് കൊണ്ടിട്ടതാണ്. ഇവിടെ മൊത്തവും കാട് കയറി. ഇതിനിപ്പോൾ അഴിക്കാൻ വഴിയില്ലാതെ ഇരിക്കണം. എന്താ, അതിൻ്റെ കൂടെ വീണ തേങ്ങയെ ഇതുപോലെ മറ്റേ മുള്ളംപന്നി ഇതുപോലെ പൊതിച്ച് അവർ കൊണ്ടുവച്ച് സുഖമായിട്ട് തിന്നും. ഉണ്ടോ,
ഇതാ പൊതിച്ചിട്ടിരിക്കണണ്ട, ഇതെല്ലാം അവരുടെ ജോലിയാണ്. ഇനി പൊതിച്ചിട്ട് ചിരട്ടയൊക്കെ കടിച്ച് പൊട്ടിച്ചിട്ടിരിക്കണതൊക്കെ കാണിച്ചു തരാം. തെങ്ങിനെയും വെറുതെ വിടത്തില്ല. വേണ്ട, തെങ്ങിൻ്റെ ചുവടൊക്കെ കടിച്ച് പൊട്ടിച്ച് വെച്ചിരിക്കുന്നു. ഭയങ്കര ശല്യമാണ്. നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാതെ ഇങ്ങനെ മൃഗങ്ങളുടെ ശല്യം ഒരു വശത്ത്, മനുഷ്യരുടെ ശല്യം അടുത്ത വശത്ത്. വേണ്ട, ഞങ്ങളുടെ കാട്. എന്താ